ഇന്ന് രാവിലെ ഞണ്ട് കറിയാണ് കേട്ടോ. ഞണ്ട് നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞണ്ട് കടൽ ഞണ്ടാണ്, വെളുത്ത ഞണ്ടാണ് കേട്ടോ. അന്നാൾ നമ്മൾ വെച്ചത് കറുത്ത ഞണ്ടായിരുന്നു. ഇത് ഞണ്ടിൽ വെളുത്ത ഞണ്ടിനേക്കാൾ നല്ലത് കറുത്ത ഞണ്ടാണെന്നാണ് പറയണത്. അപ്പം നമുക്ക് ഇന്നത്തെ കറി ഇതാ ഒരു ഉരുളിയുണ്ട്. കാരണം എന്നിട്ടോ കാൽമുട്ട് വേദനയ്ക്കൊക്കെയുള്ള ഈ കാൽസ്യക്കുറവുള്ളവർക്ക് ഞണ്ട് കഴിക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടപ്പം നിറയെ വാങ്ങിയിട്ട് ഒരു തവണ നമ്മൾ വെച്ചു. രണ്ടാമത്തെ തവണ വയ്ക്കാനുള്ളതാണ്. ഒരു ബേസിനുണ്ട്. ഇത് കണ്ടോ, ഞണ്ട് എവിടെ കിട്ടിയാലും ആരും കളയണ്ട. സ്ത്രീകൾ വീട്ടിലുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. മുല കുടിക്കണം അമ്മമാർക്കൊക്കെ. കണ്ടോ, ചത്തത് കാരണം ധൈര്യത്തിലെടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലെടുക്കലൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിന്. ഇപ്പം ഇവനെ ഒന്ന് നേരെ ആക്കി എടുക്കാൻ പോവാം കേട്ടോ. എല്ലാം ഏറെക്കുറെ ഒരേ വലിപ്പമാണ്, പ്രത്യേകിച്ച് വലിപ്പ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞണ്ട് കറി റെഡിയാക്കാം കേട്ടോ. ഇതാ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുമുറാന്ന് കടിച്ച് തിന്നാനായിട്ട്. അപ്പോൾ ഇത് വഴിവെട്ടിലൊക്കെ കാണുവാണെങ്കിൽ വീട്ടിലൊന്നും മേടിച്ചുകൊണ്ട് കൊടുക്കുക. പിന്നെ മുട്ടുവേദനയുള്ള അമ്മമാർക്കൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ. അമ്മമാർക്കും നല്ല എല്ലാവർക്കും, കാൽസ്യത്തിൻ്റെ കുറവുള്ള എല്ലാവർക്കും. എപ്പോഴും ഒന്നും കിട്ടുകയല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇത് കിട്ടുക. കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാതെ കേട്ടോ. നമുക്ക് ഞണ്ട് റെഡിയാക്കാം. ഇത് നേരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്തെയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഇതുണ്ടോ. പിന്നെ കാലും ഇതുമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ചെറിയ ഞണ്ടല്ലേ. ഇതിനകത്താണ് ഇത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നേരെ ആക്കി എടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പകുതിയേ ഉള്ളൂ. പകുതി തൊണ്ടാണിതാ. തൊണ്ട്